മെക്സിക്കൻ ഫുട്ബോളിന്റെ ആത്മാവാണ് അസ്ടെക്ക സ്റ്റേഡിയം. 1966 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്റ്റേഡിയത്തിൽ മെക്സിക്കോ കളിച്ച മത്സരങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ ഏതൊരു വമ്പന്മാരും ഭയക്കും. 89 ഔദ്യോഗിക മത്സരങ്ങളിൽ 70 വിജയങ്ങളും 17 സമനിലകളുമായി മെക്സിക്കോ തങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം തുടരുകയാണ്. അസ്ടെക്കയുടെ ആ ചരിത്രഭൂമിയിൽ മെക്സിക്കോയ്ക്ക് ആദ്യ ലോകകപ്പ് തോൽവി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 1 മണിക്കൂർ വൈകി ആരംഭിച്ച മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 54-ാം മിനിറ്റിൽ പ്രതിരോധ താരം ജാരൽ ക്വാൻസ ചുവപ്പുകാർഡ് കണ്ടു പുറത്തായിട്ടും 7200 അടി ഉയരത്തിലെ വായു സമ്മർദ്ദത്തെയും 80,000-ലധികം വരുന്ന ആതിഥേയ ആരാധകരുടെ കടലിരമ്പത്തെയും അതിജീവിച്ചാണ് തോമസ് ടുഷേലിന്റെ പടയണി ചരിത്ര വിജയം സ്വന്തമാക്കിയത്. അസ്ടെക്ക സ്റ്റേഡിയത്തിലെ 10,000-കണക്കിന് വരുന്ന ആതിഥേയ ആരാധകരെ സാക്ഷിയാക്കി കളി നിയന്ത്രിച്ചത് ഇംഗ്ലണ്ടാണ്. 36-ാം മിനിറ്റിലും 38-ാം മിനിറ്റിലും മെക്സിക്കൻ പ്രതിരോധത്തെ തകർത്ത് ജൂഡ് ബെല്ലിംഗ്ഹാം തുടർച്ചയായി 2 തവണ വലകുലുക്കിയപ്പോൾ മെക്സിക്കോ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ജൂലിയൻ ക്വിനോസണിലൂടെ മെക്സിക്കോ ഒരു ഗോൾ മടക്കി കളിയിലേക്ക് തിരിച്ചുവന്നു. രണ്ടാം പകുതി നാടകീയതകളുടെ പരകോടിയായിരുന്നു. 54-ാം മിനിറ്റിൽ ജെസ്യൂസ് ഗല്ലാർഡോയെ ഫൗൾ ചെയ്തതിന് ഇംഗ്ലീഷ് ഡിഫൻഡർ ജാരൽ ക്വാൻസ ചുവപ്പുകാർഡ് വാങ്ങി പുറത്തുപോയതോടെ മൈതാനത്ത് ഇരു ടീമുകളുടെയും കളിക്കാർ തമ്മിൽ കടുത്ത വാഗ്വാദമുണ്ടായി. 10 പേരിലേക്ക് ചുരുങ്ങിയ ഇംഗ്ലണ്ടിനെ മെക്സിക്കോ ആക്രമിച്ചു കളിച്ചെങ്കിലും 60-ാം മിനിറ്റിൽ ആന്റണി ഗോർഡനെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന്റെ ലീഡ് വീണ്ടും ഉയർത്തി. 69-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ റൗൾ ജിമനസ് മെക്സിക്കോയ്ക്കായി 2ാം ഗോൾ നേടി പ്രതീക്ഷ നിലനിർത്തിയെങ്കിലും പിന്നീട് ഇംഗ്ലീഷ് പ്രതിരോധ മതിൽ തകർക്കാൻ അവർക്കായില്ല. ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ നോർവേയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.